താനൂരിൽ SIO നടത്തിയ പ്രതിഷേധ സംഗമത്തെ അലങ്കോലപ്പെടുത്തിയ യൂത്ത് ലീഗിന്റെ നിലപാട് ജനാധിപത്യ വിരുദ്ധമെന്ന് SIO അഭിപ്രായപ്പെട്ടു. യൂത്ത് ലീഗ് താനൂരിൽ ഫാസിസം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും SIO നേതാക്കൾ ആരോപിച്ചു. താനൂരിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ബജറ്റിൽ തുകയൊന്നും വകയിരുത്താതെ പരാമർശത്തിൽ ഒതുക്കിയ സംസ്ഥാന സർക്കാരിന്റെയും MLAയുടെയും നിലപാട് വഞ്ചനാപരമായിരുന്നുവെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് ബജറ്റിന്റെ കോപ്പി കത്തിച്ചതും പ്രതിഷേധ സംഗമം നടത്തിയതും. എന്നാൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ സംഗമത്തെ അലങ്കോലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് SIO നേതാക്കൾ തിരൂരിൽ ആരോപിച്ചു. 2013-14 വാർഷിക ബജറ്റിൽ താനൂർ കോളേജിനു വേണ്ടി ബജറ്റിൽ ഫണ്ടുകളൊന്നും വകയിരുത്താതിരിക്കെ കേവലം പരാമർശം മാത്രമായി ഒതുങ്ങിയതിനെ തുടർന്ന് SIO ബജറ്റ് കത്തിക്കുകയുണ്ടായി. പിന്നീട് യൂത്ത് ലീഗ് പ്രവർത്തകർ MLAക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും SIO മുമ്പ് സ്ഥാപിച്ച ശിലാഫലകം നടുറോട്ടിൽ ജനമധ്യേ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. യൂത്ത് ലീഗിന്റെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണ്. കയ്യൂക്കിന്റെ രാഷ്ട്രീയം കൊണ്ട് SIOന്റെ ക്രിയാത്മക സമരങ്ങളെ തകർക്കാമെന്നത് വ്യാമോഹമാണെന്നും നേതാക്കൾ പറഞ്ഞു. തികച്ചും ജനാധിപത്യ രീതിക്കെതിരായിട്ടുള്ള ഒരു സമീപനമാണ് യൂത്ത് ലീഗിൽ നിന്ന് SIOന് നേരിടാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീട് SIO ഇതിനെ തുടർന്ന് പ്രതിഷേധ സംഗമവും വിദ്യാർത്ഥി റാലിയും സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥി റാലി അവസാനിക്കാനിരിക്കെ യൂത്ത് ലീഗ് പ്രവർത്തകർ വീണ്ടും SIO പ്രകടനത്തിലേക്ക് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സംഗമം അലങ്കോലപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ യൂത്ത് ലീഗിൽ നിന്ന് SIOവിന് വളരെ ദയനീയമായ പ്രയാസകരമായ സംഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ ക്യാമ്പയിൻ നടത്താൻ യൂത്ത് ലീഗിന് ധാർമ്മികാവകാശം നഷ്ടപ്പെട്ടുവെന്നും ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ SIO ജില്ലാ സമിതി അംഗങ്ങളായ മുഫീദ് താനൂർ, സാബിക് വെട്ടം, ഏരിയ പ്രസിഡന്റ് അസ്ലം TK, PR സെക്രട്ടറി അബ്ദുള്ള മഅറൂഫ് തുടങ്ങിയവർ സംബന്ധിച്ചു.